എൻ്റെ പേര് സ്കറിയ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാലിച്ചാണക്കം ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 6 മാസം മുമ്പേ ഈ എൽറുക ധ്യാന കേന്ദ്രത്തിൽ വന്നു. അന്ന് ഞാൻ വരുന്നത് ഭയങ്കര സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ്. കടബാധ്യത. മൺഡേ കൺവെൻഷന് വേണ്ടിയിട്ട് വന്നേ? അതെ അതെ, മൺഡേ കൺവെൻഷന് ആദ്യമായി അറിയുന്നതും പിറ്റേ ദിവസം തന്നെ ഇവിടെ വരികയും ചെയ്തു. അന്ന് ഞാൻ ഇവിടുന്ന് മൺഡേ കൺവെൻഷൻ കൂടി പോകുമ്പോൾ ഞാൻ ബോധവൽക്കരണ കിറ്റുകളെല്ലാം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ അതിൻ്റെ സ്ഥലത്തിൻ്റെ ചുറ്റും ഉപ്പും പിന്നെ അന്നാമ്പെള്ളവും എല്ലാം തെളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ നിന്ന് എൻ്റെ സ്ഥലം നോക്കാൻ വേണ്ടി വരുന്നവർ നോക്കി തിരിച്ചു പോകുമ്പോൾ അവർ പിന്നെ വരികയില്ല. അതിന് 1 മാസം കഴിയുമ്പോൾ ഭാര്യയും 2 പെൺമക്കളും വന്നു. അവരും മൺഡേ കൺവെൻഷൻ കൂടി. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായി ഈ പ്രാർത്ഥനകൾ ചൊല്ലിയും അത്ഭുത ജപമാലയുടെ കൂടി അന്തോണീസിന്റെ നൊവേനയിൽ കൂടും. ഔസേപിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നപ്പം അതും സംബന്ധിച്ചു. കഴിഞ്ഞ മാസം എൻ്റെ വീട് സ്ഥലവും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ തന്നെ വന്ന് വാങ്ങുകയും അങ്ങനെ കച്ചവടം നടത്തി എൻ്റെ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുകയും ചെയ്തു. നല്ലൊരു കൈയടി കൊടുത്ത് എന്തൊരു വലിയ സാക്ഷി കേട്ടുകൊണ്ടിരിക്കണേ അല്ലേ? അത് എത്ര സെന്റ് സ്ഥലം? 30 സെന്റ് സ്ഥലവും വീടും അല്ലേ? അത് എത്ര വർഷമായിട്ട് വിൽക്കാൻ നോക്കുന്നു? ഞാനിപ്പോൾ 1 വർഷത്തിന് മുകളിലായി വിൽക്കാൻ നോക്കുന്നു. വലിയ കടബാധ്യതയായിരുന്നോ? വലിയ കടബാധ്യതയായിരുന്നു. ഉണ്ടോ? അതാണ് അതിന് വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നത് അല്ലേ? ഞാൻ അന്നേരം നേർന്നു 0.1 വൺഡേ കൺവെൻഷൻ്റെ 0.1 കൊടുക്കാമെന്ന്. അതും കൊടുത്ത് ഈശോയ്ക്ക് നന്ദി. നല്ലൊരു കൈയടി കൊടുത്തോടെ. കേട്ടോ, ഇതെന്തെല്ലാം കാര്യങ്ങൾ ഒരു സാക്ഷ്യത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നറിയോ?